വൈറ്റമിൻസ് അഥവാ ജീവകങ്ങൾ. വൈറ്റമിൻസ് ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ്. ഊർജ ഉത്പാദനത്തിനായി ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് ആണ് മുഖ്യമായും ഉപയോഗിക്കുന്നത്. ഊർജ ഉൽപാദനത്തിനല്ലാതെ ശരീരത്തിന്റെ വിവിധ പ്രവർത്തനങ്ങൾക്കാവശ്യമായ വളരെ ചെറിയ തോതിൽ വേണ്ട പോഷക ഘടകങ്ങൾ, അവയാണ് ജീവകങ്ങൾ അഥവാ വൈറ്റമിൻസ് എന്നറിയപ്പെടുന്നത്. Body cannot produce vitamin itself and it must be obtained through the diet. മനുഷ്യ ശരീരത്തിന് സ്വന്തമായി ജീവകങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ഇവ ലഭ്യമാക്കാനുള്ള മാർഗം ഭക്ഷണത്തിൽ ജീവകങ്ങൾ അടങ്ങിയ വിഭവങ്ങൾ ഉൾപ്പെടുത്തുക എന്നതാണ്. There are 13 vitamins. ജീവകങ്ങൾ 13 തരത്തിലുണ്ട്. The only vitamin that human body can produce on its own is vitamin D. മനുഷ്യ ശരീരത്തിന് നിർമ്മിക്കാനാവുന്ന ഒരേയൊരു ജീവകം D ആണ്. Small amount of vitamin K is produced by intestinal bacteria. കുടലിലെ ബാക്ടീരിയക്ക് ചെറിയ തോതിൽ വൈറ്റമിൻ K ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട്. Vitamins. It's an organic compound and a vital nutrient that organism requires in limited amount. It's an organic compound, vital nutrient, and it is needed in limited amount. Why limited amount? If there is excessive amount, that can create problem, which is called as hypervitaminosis. ചെറിയ തോതിൽ ശരീരത്തിന് ആവശ്യമായ പോഷക ഘടകങ്ങളാണ് ജീവകങ്ങൾ. ഇവയുടെ അഭാവം വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നത് പോലെ തന്നെ ഇതിന്റെ അളവ് കൂടുന്നതും വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും. There are two types, fat soluble and water soluble. ജീവകങ്ങളെ കൊഴുപ്പിൽ അലിയുന്നവ, വെള്ളത്തിൽ അലിയുന്നവ എന്നിങ്ങനെ രണ്ടായി തരംതിരിക്കാം. Fat soluble, they are A, G, E and K. EDIC. Vitamin A, D, E, K എന്നിവ കൊഴുപ്പിൽ അലിയുന്നവയാണ്. ജീവകം B, C ഇവ വെള്ളത്തിൽ അലിയുന്നവയാണ്. A, retinol, D, calciferol, E, tocopherol, K, phylloquinone. And the water soluble, which are soluble in water, B complex and ascorbic acid, that is C, vitamin C. Body can store fat soluble vitamins. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെ ശരീരത്തിൽ സംഭരിക്കാൻ സാധിക്കും. But body cannot store water soluble vitamin. It must be obtained from daily diet. വെള്ളത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെ ശരീരത്തിൽ സംഭരിക്കാൻ സാധിക്കുകയില്ല. ഇവ നിത്യഭക്ഷണത്തിലൂടെ ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ്. Disease caused by the deficiency of vitamins. ജീവകങ്ങളുടെ അഭാവത്താൽ ഉണ്ടാവുന്ന രോഗങ്ങൾ. First about fat soluble vitamins. ആദ്യം കൊഴുപ്പിൽ അലിയുന്ന ജീവകങ്ങളുടെ അഭാവം സൃഷ്ടിക്കുന്ന രോഗങ്ങൾ. Vitamin A and its deficiency cause a disease called as night blindness. ജീവകം എയുടെ അഭാവം നിശാന്തതയ്ക്ക് കാരണമാവുന്നു. വൈറ്റമിൻ എയുടെ അഭാവം നിശാന്തതയ്ക്ക് കാരണമാവുന്നു. The deficiency of vitamin A led to night blindness. Rhodopsin is a pigment that helps for night vision. It contains retinal and opsin, and this retinal is produced in the retina from vitamin A. If there is a deficiency of vitamin A, that means the production of retinal is not possible and it leads to night blindness.
കണ്ണിലെ റെറ്റിനയിൽ അടങ്ങിയിരിക്കുന്ന രാസവസ്തുവാണ് റോഡോപ്സിൻ. രാത്രിയിലോ മങ്ങിയ പ്രകാശത്തിലോ കാഴ്ച സാധ്യമാക്കുന്നത് ഈ രാസവസ്തുവാണ്. ഇതിൽ റെറ്റിനാൾ ഓപ്സിൻ എന്നിങ്ങനെ രണ്ട് പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിലെ റെറ്റിനാൾ ഉണ്ടാകുന്നത് റെറ്റിനയിൽ നിന്ന് വൈറ്റമിൻ എയുടെ സഹായത്തോടു കൂടിയാണ്. വൈറ്റമിൻ എയുടെ അഭാവത്തിൽ ഈ റെറ്റിനാളിന്റെ നിർമ്മാണം നടക്കുകയില്ല. റെറ്റിനയിൽ നിന്ന് റെറ്റിനാൾ ഉണ്ടാവുകയില്ല. അത് റോഡോപ്സിന്റെ നിർമ്മാണത്തെയും ബാധിക്കുന്നു. ഇത് നിശാന്തതയ്ക്ക് കാരണമാവുന്നു. There are two types of vitamin A, beta carotene that is obtained from plants and retinoid that is obtained from animals. ജീവകം എ രണ്ട് തരത്തിലുണ്ട്. ബീറ്റ കരോട്ടിൻ അത് സസ്യഭക്ഷണത്തിൽ നിന്നും, റെറ്റിനോയിഡ് മാംസാഹാരത്തിൽ നിന്നും ലഭ്യമാകുന്നു. ബീറ്റ കരോട്ടിൻ help in the production of retinal in the retina. റെറ്റിനാളിന്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രാസപദാർത്ഥം ബീറ്റ കരോട്ടിൻ ആണ്. വൈറ്റമിൻ എ is needed for vision, healthy skin, bone and teeth growth and immune system health. കാഴ്ചശക്തിക്കും തൊലിയുടെ ആരോഗ്യത്തിനും പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷിക്കും വൈറ്റമിൻ എ അത്യാവശ്യമാണ്. മിൽക്ക്, എഗ്, ഗ്രീൻ വെജിറ്റബിൾ, ഫിഷ്, these are the sources of vitamin A. പാൽ, മുട്ട, പച്ചക്കറികൾ, മത്സ്യം ഇവയാണ് വൈറ്റമിൻ എയുടെ പ്രധാന സ്രോതസ്സുകൾ. നെക്സ്റ്റ്, വൈറ്റമിൻ ഡി or poor man vitamin. The deficiency of vitamin D causes rickets, a disease that is caused by vitamin D deficiency due to imperfect calcification and distortion of the bones resulting in bow legs. ജീവകം ഡി ശരീരത്തിലെ കാൽസ്യത്തിന്റെയും ഫോസ്ഫറസിന്റെയും അളവ് ക്രമീകരിക്കുന്നു. ജീവകം ഡിയുടെ കുറവ് ഉണ്ടാക്കുന്ന രോഗമാണ് കണ അഥവാ റിക്കറ്റ്സ്. കാൽസ്യത്തിന്റെ അളവ് കുറയുന്നത് വളഞ്ഞ കാലുകൾക്കും വികൃതമായ ശരീരഘടനയ്ക്കും കാരണമാവുന്നു. ഈ അസുഖത്തെ കണ അഥവാ റിക്കറ്റ്സ് എന്ന് പറയുന്നു. Vitamin D is also called as sunshine vitamin. Vitamin D is produced from cholesterol in our skin in the presence of sunlight. This is the only vitamin that the human body can produce. Vitamin D sunshine vitamin എന്നും അറിയപ്പെടുന്നു. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ തൊലിക്കടിയിലെ കൊഴുപ്പിൽ നിന്നുമാണ് വൈറ്റമിൻ ഡി രൂപാന്തരം പ്രാപിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ നിർമ്മിക്കാനാവുന്ന ഒരേയൊരു ജീവകവും വൈറ്റമിൻ ഡി ആണ്. പാവങ്ങളുടെ ജീവകം poor man vitamin എന്നും ഇത് അറിയപ്പെടുന്നു. വൈറ്റമിൻ ഡി സോഴ്സസ് ഫിഷ്, മിൽക്ക് ആൻഡ് ലിവർ ഓയിൽ. മത്സ്യമാംസങ്ങൾ, മാംസ്യ എണ്ണ ഇവയാണ് വൈറ്റമിൻ ഡിയുടെ പ്രധാന സ്രോതസ്സുകൾ. The deficiency of vitamin E causes macrocytic anemia. Vegetable oil and wheat are the major sources of vitamin E. Vitamin E is an antioxidant. കൊഴുപ്പ് അലിയിക്കാൻ കഴിയുന്ന ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ജീവകം ഇ. ഇതിന്റെ കുറവ് അനീമിയ എന്ന രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നു, അതായത് രക്തം കുറയുന്ന അവസ്ഥ. സസ്യ എണ്ണ, ഗോതമ്പ് ഇവയാണ് വൈറ്റമിൻ ഇയുടെ പ്രധാന സ്രോതസ്സുകൾ. നെക്സ്റ്റ്, വൈറ്റമിൻ കെ. The deficiency of vitamin K causes hemorrhage. It is essential for blood clotting. Its deficiency causes excessive bleeding, that is hemorrhage. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ. ഇതിന്റെ അഭാവത്തിൽ ചെറിയ മുറിവിൽ നിന്ന് പോലും അനിയന്ത്രിതമായ തോതിൽ രക്തം നഷ്ടപ്പെടുന്നു. ഇത് ശരീരത്തിന് ഹാനികരമാണ്. Prothrombin in blood plasma is essential component of the blood clotting mechanism. Vitamin K is essential for synthesis of prothrombin. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ രാസവസ്തുവാണ് പ്രോത്രോംബിൻ. ഇതിന്റെ നിർമ്മാണത്തിന് വൈറ്റമിൻ കെ അത്യാവശ്യമാണ്.
A deficiency of prothrombin associated with a lack of vitamin K led to excessive bleeding. വൈറ്റമിൻ കെയുടെ അഭാവം പ്രോത്രോംബിന്റെ നിർമ്മാണത്തിനെ ബാധിക്കുന്നു. ഇത് അനിയന്ത്രിതമായ രക്തപ്രവാഹത്തിന് കാരണമാവുന്നു.